വടക്കും നാഥ വടക്കും. ആ ക്ഷേത്രത്തിൽ നിന്ന് ഞങ്ങൾ നേരെ പാറമേക്കാവ് ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ കുട്ടീൻ്റെ ചോറൂണാണ് പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂരിലേക്ക്, വടക്കുന്നാഥിലേക്ക്. അപ്പോൾ കോഴിക്കോടേക്ക് പോവാണ്. അന്ന് ട്രെയിൻ വഴിയാണ് പോകുന്നത്. ബാക്കി നമുക്ക് കാണാം. ഓക്കെ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അല്ലല്ല ഓടി സ്റ്റോറൊന്ന് പോവാണ്. തിരുവനന്തപുരം മംഗലാപുരം സ്റ്റേഷൻ നമ്മൾ പോകാൻ പോവാണ്. കുഞ്ഞോ കത്തേ കത്തേ അതിനോട് അതെ അതെ അത്തമ്മേ ഞങ്ങൾ വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവരും വരുന്നുണ്ട്. ഞങ്ങൾ 3 ഓട്ടോറിക്ഷ വിളിച്ച് ട്രെയിൻ ഇറങ്ങിയിട്ട് വടക്കുന്നാഥിലേക്ക് ഉണ്ടാകുമ്പോൾ ഒരു 50 ചാടിയതാണ്. വടക്കുന്നാഥ ടെമ്പിളിലേക്ക് പോവുകയാണ്. നമ്മുടെ തൃശ്ശൂർ ഇവിടെ നടക്കുന്ന ലോകമെമ്പാടും അറിയുന്ന വടക്കുന്നാഥ ക്ഷേത്രം. ഫാമിലിക്കഥ ക്ഷേത്രം വടക്കുന്നാഥ്. ഓം നമ ശിവായ. അപ്പോൾ നമുക്ക് പോയി ഷീറ്റ് എടുക്കാണ്ട് ചോറുകൊണ്ട് എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളെ വടക്കുന്നാഥ ക്ഷേത്രമാണ്. അപ്പോൾ അന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കേണ്ടി വന്നതാണ്. പുള്ളുവൻ പാട്ടിൻ്റെ ഒരു സംഭവമാണ് ചേച്ചി ഇങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മൾ തേക്കിൻകാട് മൈതാനം ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ കാര്യങ്ങൾ, പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ. കുട്ടിയുടെ അമ്മയുടെ ചാടിക്കണല്ലോ. സ്റ്റാച്ചു ചാടി തുടങ്ങി. ഇത് അമ്പലട്ടോ. വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ഞങ്ങൾ കുട്ടിക്ക് ചോറ് കൊടുത്ത് ഞാനും വൈഫും പുറത്ത് നിൽക്കുകയാണ്. കുട്ടി 1 വയസ്സായി കഴിഞ്ഞാലേ നമുക്ക് കുട്ടീനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ പറ്റുള്ളൂ. ചോറൂണൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഞങ്ങൾ പുറത്ത് കാത്ത് കാണി നമ്മളെ ഫാമിലി എല്ലാവരും, അമ്മ അച്ഛൻ എല്ലാവരും
പോയിട്ടുണ്ട്, തൊഴാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു വന്നിട്ട് വേണം ഞങ്ങൾക്ക് തൊഴാൻ പോവാൻ. അതെ, ഒരുപാട് ആൾക്കാരുണ്ട്. ശനിയാഴ്ച ആയിട്ടും ഞായറാഴ്ച ഞങ്ങൾ ആക്കാത്തത് എന്താ വെച്ചാൽ ശനിയാഴ്ച ആയാൽ ഞായറാഴ്ച നല്ല തിരക്കാന്ന് വെച്ചാൽ ശനിയാഴ്ച വന്നത്. എന്താ വെച്ചാൽ ശനിയാഴ്ചക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട്. നമുക്ക് ഇവിടെ സൂ ഒക്കെ ഉണ്ടല്ലേ, സൂവിലൊക്കെ പോയിട്ട് അടിച്ച് പൊളിക്കണം. എന്നിട്ട് വേണം പോവാൻ. അല്ലടി പൊളിച്ച് തമർത്തിക്കണം നമുക്ക്. എൻ്റെ ഓരോ പ്രാന്ത് കാണിക്കി, ഓരോ പ്രാന്ത് കാണിക്കുക. ഓളൊക്കെ വെച്ചൊക്കെ വേറെ ആരില്ല. കിടത്തിക്കട് കുട്ടി പുല്ലൊക്കെ തൊട്ട് വളരട്ടെ, പുല്ലും മണ്ണൊക്കെ തൊട്ട് വളരട്ടെ, കളിച്ച് വളരട്ടെ. തത്തേ വെയിലില്ലല്ലേ? ഇല്ല തോന്നടി, ഇത് ബ്ലോഗാണിത്. തത്തേ കരിവേപ്പില ഇവിടെ എടുത്തിട്ടുണ്ട്, എടുക്കാനില്ല. ആ വടക്കുന്നാഥ പറഞ്ഞ ആ പാട്ടൊന്ന് പാടി ഇവിടെ വന്നാൽ. ആളെ കൂട്ടല്ല, പറയ് പാട്. വടക്കുന്നാഥ പറഞ്ഞ വടക്കുന്നാഥ വടക്കും തന്നെ. എനിക്ക് വരികള് ഈ ആല് നല്ല രസമായിണേ. അതിൻ്റെ അടുത്തുനിന്ന് പോവാം. ആല എമ്മാടോ, എവിടെയെങ്കിലും ക്യാമറ പിടിക്കണ്ട അവിടേക്ക്. ഇത് വ്ളോഗാട്ടോ, വ്ളോഗാണ് മോളെ. കിട്ടണ്ട, ഇത് നല്ല രസമുണ്ട്. ഫോട്ടോ എടുക്കുക. ഓയ് ഇമ്പള് ഇവിടെ വന്നൊക്കെ ഓർമ്മ ഉണ്ടോ? അതല്ല, ഇമ്പളിവിടെ വന്നൊക്കെ ഓർമ്മ ഉണ്ടോ? ഒരു ദിവസം ഞങ്ങൾ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ഞാനും ഇവളും വന്ന് കല്യാണം കഴിഞ്ഞില്ലേ കുറച്ചായിട്ട്. ആ സമയത്ത് വന്നപ്പോഴാണ് എന്തുണ്ടായത്, ഈ ക്ഷേത്രത്തിൽ ആരും വന്നില്ല. ഇമ്പള് വന്നതിന് ശേഷമാണ് ജീവനക്കാർ വരെ വന്നത്. 3 മണിക്ക് എപ്പോഴും എത്തിയിട്ടുണ്ട്. 2 മണിക്ക് റെയിൽവേ സ്റ്റേഷനിലുണ്ട്. അതെ, അന്ന് സത്യം പറഞ്ഞ അന്ന് ഗർഭിണി. ഓക്കെ പോലീസുകാർ ചോദിച്ചേ ഭാര്യയും ഭർത്താവാണോ താലിച്ചേനെ ഞാൻ കാണിച്ചു കൊടുത്ത് പുലച്ചേക്ക് വരുമ്പോ. അടിപൊളിയില്ലേ മരം നോക്കിയോട്. അതൊക്കെ അന്നുമ്പോൾ രാത്രി പോലീസുകാരെ പിടിച്ച ഓർമ്മ ഉണ്ടോ? രാത്രി പുലച്ചേക്ക് വരുമ്പോ എന്തേലും നേരത്തെ നമ്മൾ പറഞ്ഞു എന്താ കറക്റ്റായിട്ടൊന്ന് പറയും. നടന്ന് പുഴച്ചേക്ക് നടന്നിങ്ങനെ വരികയാണ്. ഞങ്ങളാണ്, ഞാനും ഇവള് മാത്രം. അപ്പോൾ പോലീസ് കണ്ടിട്ട് ആരാണ് അച്ഛൻ്റെ ഭാര്യയാണ് എന്താണ് ചെയ്യാൻ, എൻ്റെ ഭാര്യയാണ് ഇവിടെ ഡൗട്ട്. ഇവളാണെങ്കിൽ അന്ന് സുന്ദരം തൊട്ടില്ല. അവസാനം താലിച്ചേരി കാണിച്ചു കൊടുത്ത്. നിറയെ സെട്ടിട്ട് കയ്യിലില്ലാത്തോണ്ട് മൂപ്പറിന് ഇതാണ് സാറേ ഞാൻ താലിച്ചേരി താലിണ്ട് സാറേ. ഇത് ഇതൊക്കെയാണ് നമ്മൾ വടക്കുന്നാഥൻ്റെ ഉള്ളിലെ കാഴ്ചകൾ അല്ലേ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഒരുപാടുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് ഒന്ന് ആട്ടിരിക്കാം. ഇങ്ങനെ ചളി അടിക്കല്ലേ, അതന്നെ പറഞ്ഞ് ചളി അടിക്കല്ലേ, ചളി അടിക്കല്ലേ പ്രാവുണ്ട്. ഇത് മറ്റൊരു കാഴ്ച സൂപ്പറല്ലേ. ക്ഷേത്രം പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം, കുറേ ഉള്ളിൽ മരങ്ങളും പക്ഷികളൊക്കെ ഉള്ള. ഇത് വേറെ തന്നെ വൈബാണ്. ചില ക്ഷേത്രങ്ങളിൽ പോയാലും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമുക്ക് അതിനുള്ള സ്ഥലങ്ങളും കിട്ടും വേണം കേട്ടോ, അത് വേറെ കാര്യം. എന്നാലും ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ വരാൻ ഒരു പ്രത്യേക ഒരു വൈബാണ്, അടിപൊളിയാണ്. ഇതുണ്ട്, ഇത് ഒരുപാടൊക്കെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ വേറൊരു സംഭവം കാണിച്ചാൽ നമുക്ക് ഒരു മരം. ഈ മരത്തിന് പ്രത്യേകത ഉണ്ട്, അതുകൊണ്ടാണ് എടുത്ത് കാണിക്കുന്നത്. ഇലകളില്ല നോക്കട്ടോ, ജസ്റ്റ് നോക്കണേ. ഒരു ഇല പോലും ഇല്ലാതെ ഇങ്ങനെ മുകളിൽ തുഞ്ചത്തൊരു ഇല ഉണ്ട് മാത്രം അല്ലേ. ഒരു പ്രത്യേകത ഉണ്ട്, വ്യാസശില എന്ന് അറിയപ്പെടാം. ഹരിശ്രീ ഗണപതയെ നമ എന്ന് ഈ ശിലയിൽ നമ്മൾ എഴുതണം. കുറേ ആൾക്കാർ ഇപ്പോൾ നേരത്തെ എഴുതി പോയി. ഇവിടെ നമുക്ക് എല്ലാ സ്ഥലത്തും ഇങ്ങനെ എല്ലാവരും പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ എല്ലായിടത്തും നമുക്ക് ഇങ്ങനെ എടുത്ത് കാണിക്കാൻ പറ്റില്ല, അമ്പലമാണ്. അപ്പോൾ വീഡിയോ ക്യാമറ ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് കാണിച്ചു തരാൻ കഴിയും കേട്ടോ. സന്ധ്യയ്ക്ക് ശേഷം എഴുതരുന്നത് ഇവിടെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്, ഹരിശ്രീ ഗണപതായ നമ.
തോന്നലാണ്. പിന്നെ വ്ളോഗ് പോയിട്ട് കൊടുത്താൽ ക്ഷേത്രത്തിൽ നിന്ന് ഞങ്ങൾ നേരെ പാറമേക്കാവ് ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അവിടെ നല്ല കൊട്ടൊക്കെ ഉണ്ട്, ഒന്ന് പോയേക്കാം. അടിപൊളി കൊട്ടാണ്. നമ്മൾ പാറമേക്കാവിലേക്ക് പോവുകയാണ്. ഫാമിലിയാണ്. ഞാൻ കൊണ്ട് കടന്നില്ല, ഞാൻ കിടക്കട്ടെ. റോഡൊക്കെ ഉണ്ട്, ബസ് കിടക്കട്ടെ. സമയമായി, എല്ലാവരും ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. ഏയ്